അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കോളേജിൽ പോവാം കേട്ടോ. വേണ്ടി എടുത്തിട്ട് പോവാം. ബസ്സിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ നടക്കാം. അങ്ങനത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനെത്തി നടക്കുന്നു. അപ്പോൾ ക്ലാസ് ഉണ്ട്, 9:30 ക്ലാസ്. പക്ഷെ ഞാനിന്ന് 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി നേരത്തെ എങ്ങനെ നേരത്തെ ഇപ്പോഴെന്തോ ഞാൻ ഇന്നലെ 9 മണിക്കായി ക്ലാസ്. എന്നിട്ട് ഞാൻ എത്തിയത് 8 സംതിങ്ങിനാ, 8:50. ഇത് ഞാൻ ഓടിയതെന്നില്ല. പക്ഷെ ഇന്നെന്തോ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങുകയും ചെയ്ത്. പക്ഷെ നേരത്തെ എത്തി ചെയ്ത് 1 മണിക്കൂർ നേരത്തെ. EMS ഉണ്ട്. ഇപ്പോൾ മറ്റേ കണ്ടോ ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെയാണ്. ഞാൻ ക്യാമ്പസിലെത്തിയില്ല കേട്ടോ. നടന്നുകൊണ്ടിരിക്കുക, കട്ടിക്കുരുക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തെല്ലാം എഴുതി വെച്ചു സെറിമണി വേണം. ഭയങ്കര അടിപൊളി ക്ലൈമറ്റ്. ഇന്നലെ നല്ല മഴയല്ലായിരുന്നോ? നല്ല രസമുണ്ട്, നല്ല രസമുള്ള ക്ലൈമറ്റ്. ക്ലാസ്സിൽ പോകുള്ള കൂടൊന്നുമില്ല പക്ഷേ അറ്റൻഡൻസ് വേണ്ടേ ജസ്റ്റ് ഇങ്ങനെ പോവില്ല. എന്തൊരു ഭംഗിയാ. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ സൂപ്പർ അടിപൊളി കാറ്റും നല്ല ചെറിയൊരു വെയിലും. പക്ഷെ ഭയങ്കര സുഖമുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പൂ കിട്ടി. വാങ്ങിയില്ലേ കാണാൻ? നിങ്ങളെ ഗാർഡൻ. ഇതെൻ്റെ റാബിറ്റ്, ഇതാണ് എൻ്റെ റാബിറ്റ്. നേരത്തെ ചെയ്തുകൊണ്ട് ഓരോ സംഭവങ്ങളും ശിവര് ചെമ്പ് തെല്ലുന്നുണ്ട്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ബസ്സാട്ടോ. ഇതൊരു ഓഡിറ്റോറിയം. അങ്ങനെ നടന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പിലെത്താനായിട്ടോ. അങ്ങനെ അവിടെ എത്തി. ഇങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ഞാൻ പോവുണ്ട്. പോവുകണ്ടേ ഞാൻ വെറുതെ വിടൂലല്ലേ, ഞാൻ അതിനെ വിട്ടില്ല. എന്തൊക്കെ ചെയ്തിട്ടും സമയം പോകുന്നില്ല. എന്നിട്ട് ഞാൻ ഇച്ചിരി ഊഞ്ഞാലാടാൻ വിചാരിച്ച്. ആട്ടാനാരുണ്ട്, ഞാൻ ഒറ്റയ്ക്കാടാൻ വിചാരിച്ചു. സമയം പോകുന്നില്ലല്ലോ. സമയം ഒന്ന് മീൻസ് ലേറ്റ് ആകുന്ന ടൈമിൽ ഭയങ്കര ടൈം പോവുക. ഭയങ്കര സ്ലോ. ആനക്കുട്ടി. അങ്ങനെ ആനക്കുട്ടി കമ്പള വെൽക്കം ചെയ്ത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ക്ലാസ്സിൻ്റെ മുമ്പിലെത്തി. ക്ലാസ് കയറിയിട്ടുണ്ട് കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് അമ്മേൻ്റെ കൂടെ ഒരു ചെറിയ പരിപാടിയുണ്ട്, ചെറിയൊരു ഷോപ്പിംഗ്. അതിനാണ് ഇപ്പോൾ പോണത്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു 1 hour 2 hour 2 hour മീൻസ് ഒരു പീരീഡാണ്. അപ്പം അതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം നമുക്ക് ക്ലാസ് ക്യാൻസൽ ചെയ്യാൻ എല്ലാ ചാൻസും എനിക്ക് കാണുന്നുണ്ട്. റോഡ് ദിവസമായിട്ട് എൻ്റെ പത്ത് 4 മണി ആവട്ടത്തൊക്കെ. കത്തേരെ വ്ളോഗർ മരണപ്പെട്ടു എന്ന് ഓർത്ത് വെക്കേണ്ടി വരും.
എൻ്റെ ഉള്ളത്. അപ്പം അമ്മേനോട് ഷോപ്പിംഗ് ഉണ്ട്. അമ്മ ടൗണിലേക്ക് വരും കേട്ടോ. ഞാൻ ബസ്സുകാർ കോഴിക്കോട്ടേക്ക് വരും. ആര് കാത്തിരിക്കണ്ടില്ല. പിന്നെ ഞാനും അമ്മയും കോഴിക്കോട് മൊത്തം അലിഞ്ഞിരിഞ്ഞ് നടന്ന് അപ്പോഴത്തേക്ക് എനിക്ക് വിശന്ന്. പിന്നെ ഞാൻ കുറേ തിന്നാൻ പോയി. വിശന്നായപ്പോൾ നമുക്ക് CD മസാല മഞ്ജു പണിക്കന്നെ മാറ്റി പോയി എൻ്റെ അവസ്ഥ. അതും കഴിഞ്ഞ് പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഈ തോട്ടിലെ ഞണ്ടുണ്ട് പുറത്തിരിക്കുന്നത്. ഇവൻ എങ്ങനെ പുറത്തിറങ്ങിയെന്തോ ഞങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സപ്പോർട്ട് us.